നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് വന്നാൽ പെട്രോൾ പമ്പിലെ ഇന്ധനം ചോർന്ന് കിണറുകളിലെത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തിരുവനന്തപുരം പുലിയൂർശാലയിലെ ആളുകൾ. കഴിഞ്ഞ 3.5 കൊല്ലമായി കിണറുകളിൽ നിന്ന് നിത്യോപയോഗത്തിന് വെള്ളം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടെയുള്ള താമസക്കാർ. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് പുലിയൂർശാല. അവിടെ HP പമ്പിൽ നിന്നാണ് ഈ ഇന്ധനം ഇങ്ങനെ ചോരുന്നത്. പരാതി നൽകിയെങ്കിലും പമ്പ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞ് അധികൃതർ കൈയൊഴുകുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതായത് ഈ പോലീസ് സ്റ്റേഷനല്ല, അപ്പുറത്തെ പോലീസ് സ്റ്റേഷനാണെന്ന് കൊല്ലങ്ങളായി അവരോട് പറയുകയാണ്. അവരുടെ ദുരിതം എന്താണെന്ന് അരുൺ സോളമൻ കാട്ടിത്തരും. അല്ല, വന്ന് ഈ റിപ്പോർട്ടർ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കാഴ്ച കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ അങ്ങനെയല്ല. വെള്ളം കോരിയിട്ടെ ചെറിയൊരു മാജിക് ഉണ്ട്. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ? ഈ കളർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ? സുപരിചിതമായ കളറാണ്. മലയാളികൾ നിത്യവും കാണുന്ന കളർ കൂടിയാണ്. ഇനി കുളിക്കാനോ കുടിക്കാനോ തുണി അലക്കാനോ ഒന്നുമല്ല. ഇനി ഇതിലൊരു മാജിക്കുണ്ട്. അത് നമ്മുടെ മുതുകാട് കാണിക്കുന്ന മാജിക്കൊന്നുമല്ല. എങ്കിലും നിങ്ങൾ കണ്ടോ പതയുന്ന കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നാലും ഇനി ആ കാഴ്ച എന്താണെന്ന് ഇപ്പോൾ കാണാം. അപ്പോൾ കാഴ്ച കണ്ടോ? ഇനി ഈ രാധചേച്ചിയുടെ വീട്ടിൽ കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ വെള്ളത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. കിണർ നിറയെ നല്ല ഡീസലും പെട്രോളും ഒക്കെ മിക്സായി ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തായാലും നമ്മളോട് രാധചേച്ചി തന്നെ പറയും. ചേച്ചി, എത്ര നാളായി ഈ പ്രശ്നം? ഇത് 3.5 വർഷമായി മോനെ. ഞങ്ങൾക്ക് കുടിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് തുണി നനയ്ക്കാൻ പാടില്ല, ഞങ്ങൾ നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് കുട്ടിയേക്കും കിടക്കാൻ പാടില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? എന്തായാലും എൻ്റെ പുറകിൽ കാണുന്ന ഈ HP പമ്പിൽ ആണ്. ഈ പമ്പിൻ്റെ മുൻവശത്താണ് രാധചേച്ചിയുടെ വീട്. ഈ പമ്പ് നിങ്ങൾക്ക് കാണാം. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ തെക്കൻ അതിർത്തിയാണ്. അതായത് പാറശാല കളിയിക്കുവള അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന ഈ HP പമ്പ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഒരു കേരള തമിഴ്നാട് അതിർത്തി പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം നിലകൊള്ളുന്നത്. വേനൽക്കാലമായതോടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക വീടുകളിലും കുടിവെള്ള പ്രതിസന്ധി ഉണ്ട്. എന്നാൽ പുലിയൂർശാലയിലെ HP പമ്പിൽ നിന്നും ഇന്ധനം ഒഴുകിയെത്തി കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഇവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പങ്കുവച്ചത്. ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.